സമുദ്രം എത്ര വിശാലതയുള്ളതാണ്. ഭൂമി ലോകത്ത് നാം നോക്കിയാൽ കാണുന്ന കാഴ്ചകൾപ്പെട്ടതാണ് മലകൾ, കായ്കനികൾ, മനുഷ്യർ, മൃഗങ്ങൾ, സമുദ്രങ്ങൾ. എങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചില അത്ഭുത സൃഷ്ടികൾ. നോക്കൂ, അള്ളാഹുവിൻ്റെ മഹത്തരമായ സമുദ്രത്തിന് എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്. ഇത് നമുക്കൊരിക്കലും എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. സമുദ്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു നമുക്ക് അനുവദനീയമാക്കി തന്ന മത്സ്യങ്ങൾ പോലും സമുദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇന്ന് കടൽ മാർഗമില്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരിക്കലും തന്നെ പറയാൻ കഴിയില്ല. എത്ര അത്ഭുതമാണ് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ. നിങ്ങളെല്ലാവരും സമുദ്രത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. സമുദ്രം, നമ്മൾക്ക് പഴയകാലത്തെ കഥകൾ പറയുമ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഒടിച്ചാൽ ഒടിയും, ഒടിയുല, തന്നാൽ ഒടിയുന്ന സാധനമേത്? നമുക്ക് ഉത്തരം പറയുന്നൊരു വാക്കാണ് സമുദ്രം എന്നുള്ളത്. ഞാനിപ്പോഴത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് വടക്കക്കടപ്പുറം അറബിക്കടലിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സമുദ്രത്തിന് വീതിയും നീളവും ആഴവുമുണ്ട്. എന്നാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുകയില്ല സമുദ്രത്തിൻ്റെ വീതിയാണോ കൂടുതൽ, അതല്ല നീളമാണോ കൂടുതൽ, അതല്ല ആഴമാണോ കൂടുതൽ. എങ്ങനെയാണ് ഇതിനെ നാം കണക്കാക്കേണ്ടത്? അത് ഓരോരുത്തരും നിൽക്കുന്ന ദിശ അനുസരിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സമുദ്രത്തിൻ്റെ നേരെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത്, എൻ്റെ ദൃഷ്ടിയിൽ കാണുന്നത് സമുദ്രത്തിൻ്റെ വീതിയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായി കാണുന്നത്. നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ സമുദ്രത്തിൽ നിന്ന് നാം യാത്ര ചെയ്യുമ്പോൾ നടുകടലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് സമുദ്രത്തെ നാം വൃത്താകൃതിയിലാണ് കാണുന്നത്. നോക്കൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം എത്ര മനോഹരമാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു തന്നതാണ്.